ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞായറാഴ്ച ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവേ. ഞായറാഴ്ച ആയതിനാൽ ഞാൻ കുറച്ച് വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത്. രാവിലെ പൂരിയും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കിയത്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വർക്കേരിയയിലേക്ക് വന്ന് അടുപ്പ് കത്തിച്ചത് കേട്ടോ. ആദ്യം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് സവാള പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യും ഓയിലും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള പൊരിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചോറിനുള്ള അരി എടുത്ത് വയ്ക്കുക. ഞാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് 2 നേരത്തിനും കൂടെ വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് നല്ലതുപോലെ കുറേ സമയം കഴുകിയതിന് ശേഷം വാർത്തെടുത്തിട്ട് അവിടെ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സവാള കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം കോരിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. മുന്തിരി ഒന്ന് മൂത്തതിന് ശേഷം കോരിയെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 3 ഗ്ലാസ് അരിക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, പൂവ്, പിന്നെ ഏലക്ക, പിന്നെ ഒരു ഇല ഇല്ലേ, ഉണങ്ങിയ ഒരു ഇല, അതിട്ട് കൊടുക്കണ്ടേ. പിന്നെ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിന്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഡാൽഡയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തു കേട്ടോ, ചോറുകൾ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അരി ഒന്ന് വെന്ത് വരട്ടെ. അരി വേവുന്ന സമയം കൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ കറി വെക്കാൻ വേണ്ടി വാങ്ങിയ കഷ്ണങ്ങളായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ബിരിയാണി വെക്കണത് കൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാണ് ഇട്ടത്. കുറച്ച് വലിപ്പമുള്ള കഷ്ണം വേണം ബിരിയാണിക്ക്. അപ്പം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ചോറ് വെന്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി ചോറ് പാകമായ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ടൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചിട്ട് അതിൻ്റെ മേലെ ചെറിയ ഉരലില്ലേ, അത് കയറ്റി വെക്കും. ഇനി നേരത്തെ കുക്കറിലാക്കി വെച്ചിരിക്കുന്ന ബീഫില്ലേ, അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ബീഫ് വേവുന്ന സമയം കൊണ്ട് മസാല ഉണ്ടാക്കാനുള്ള സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. 2 വലിയ സവാളയാണ് കേട്ടോ ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നേരെയാക്കിയെടുക്കാം കേട്ടോ. നേരെയാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ.
അതോടൊപ്പം ഞാൻ 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞെടുക്കാം കേട്ടോ. ബീഫ് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. 13 വിസലോളം അടിച്ചിട്ടുണ്ട്. അപ്പം ഇത് അടുപ്പിൽ നിന്ന് മാറ്റേ. ഇതിൻ്റെ വിസലെല്ലാം പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ കുക്കറിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന നെയ്യില്ലേ അതൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മൂന്ന് വിസലിന് ശേഷം കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ബിരിയാണി വെക്കാനുള്ള ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അടിക്കനം കുറച്ച് കുറവാട്ടോ. ഞാൻ ഈ ചെമ്പാണ് ഞങ്ങൾക്ക് 4 പേർക്കും വെക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ചെമ്പിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതെല്ലാം കൂടി ഇല്ലായിരുന്നു, അത് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ 100 രൂപേൻ്റെ ഒരു ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് വാങ്ങും കേട്ടോ. അത് ചെറുതായി ചൂടാക്കി പൊടിച്ചെടുക്കും, നല്ല മണമാണ്. അതും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് ഇട്ട് കൊടുക്കുക, ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് തൈരും കുറച്ച് വിനാഗിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും പുതിനയും ഇല്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും എനിക്ക് കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ, അത് കഴുകി വരാം. ഇറച്ചിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറില്ലേ അത് അടപ്പൊക്കെ മാറ്റി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗമില്ലേ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കേ. അതിന് ശേഷം പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിച്ചപ്പും ബിരിയാണി മസാലേൻ്റെ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. അതിൻ്റെ മേലെ നമ്മൾ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും ബിരിയാണി മസാലപ്പൊടിയും പിന്നെ കുറച്ച് നല്ല നെയ്യില്ലേ അതും കൂടെ ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ ചൂടുള്ള വെള്ളം വെച്ചില്ലായിരുന്നോ ആ പാത്രവും വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഉരലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം കേട്ടോ. കുറച്ച് നേരമേ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് കനലിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാ നല്ലോണം ആവി വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ആവി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇവിടെ ബിരിയാണിയിലേക്ക് പപ്പടം നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട്. പിന്നെ ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില്ലി ഉണ്ടാക്കാനായിട്ട്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് പപ്പടം കാച്ചിയ എണ്ണയിലേക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുരുമുളക് ചതച്ചത്, പെരിഞ്ജീരകം ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരട്ടോ. അതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായില്ലേ. അപ്പോൾ നമുക്കൊരു ബിരിയാണി വിളമ്പാട്ടോ.
ആദ്യം ബിരിയാണി വിളമ്പി, ഇനി ബീഫ് ചില്ലി വിളമ്പാ, പിന്നെ കച്ചമ്പർ, അച്ചാർ, പപ്പടം. പിന്നെ ഏട്ടൻ കുറേ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യലാണ് കേട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം കേട്ടോ. ബായ്.